ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു ഭാരമായി, ചിലപ്പോൾ ഒരു ചോദ്യചിഹ്നമായി കൊളുത്തി വലിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. കേരളം തീർന്നോ? പലരും ഇതിനു മുമ്പ് യൂട്യൂബിലൂടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ ഒരു തീരാവേദനയുണ്ടോ? കണ്ണിൽ നിരാശയുടെ കാർമേഘങ്ങൾ കൂടുകൂട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ചോദ്യം ഇന്ന് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. നമ്മുടെ ചായക്കടകളിലെ ബെഞ്ചുകളിലെ, തട്ടുകടകളിലെ സംഭാഷണങ്ങളിൽ, സോഷ്യൽ മീഡിയയിലെ വെർച്വൽ ലോകത്ത്, എന്തിന് നമ്മുടെ സ്വന്തം വീടുകളിൽ പോലും ഈ ചോദ്യം ഒരു നിഴൽ പോലെ നമ്മളുടെ ഇടയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ സ്വയം പറയും, എല്ലാം കഴിഞ്ഞു, ഇനി രക്ഷയില്ല, നമ്മുടെ മക്കൾക്ക് ഇവിടെ ഒരു ഭാവിയുമില്ല എന്ന് കരുതി അവരെ വിദേശത്തേക്ക് അയക്കാൻ നമ്മൾ നെട്ടോട്ടമോടും. അവർ മടങ്ങി വരാത്ത ദൂരങ്ങളിലേക്ക് യാത്രയാകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുതരം ശൂന്യത അനുഭവപ്പെടും, അല്ലേ? നമ്മുടെ നെൽവയലുകൾ തരിച്ചിടുന്നത് കാണുമ്പോൾ, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് കാണുമ്പോൾ, നമ്മളുടെ തെരുവുകളിൽ ലഹരിയുടെ വിഷം ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ ഈ ചോദ്യം കൂടുതൽ ശക്തമായി നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കും. പ്രളയം, മഹാമാരി, സാമ്പത്തിക പ്രതിസന്ധികൾ, തൊഴിലില്ലായ്മ, അഴിമതി, രാഷ്ട്രീയ വൈരങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാടിനെ ഒരുപാട് മുറിവേൽപ്പിച്ചു. ഒരുപാട് പേർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ സംസാരിക്കുന്നത് ആ നിരാശയുടെ മാറാലകളെ തുടച്ചു മാറ്റാനാണ്, ആ ഭയത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാനാണ്. എൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്, ഉറച്ചതാണ്, തീർച്ചയാണ്. ഇല്ല, കേരളം തീർന്നിട്ടില്ല. കേരളം ഇപ്പോൾ ഉണർന്നെഴുന്നേൽക്കുകയാണ്. പോരാട്ടത്തിൻ്റെ ഓർമ്മകളുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ഏതൊരു പ്രതിസന്ധി വന്നപ്പോഴും നമ്മൾ തളർന്നു പോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റവരാണ്. ഓർമ്മയില്ലേ 2018 മഹാപ്രളയം? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെ വീടുകൾ, കൃഷിയിടങ്ങൾ, ജീവിതം തന്നെയും വെള്ളത്തിനടിയിലായപ്പോൾ നമ്മൾ എന്തു ചെയ്തു? ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നമ്മൾ ഒന്നിച്ചു നിന്നു. മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ജീവൻ പണയം വച്ച് രക്ഷകരായി കടലിൽ നിന്ന് കരകയറി വന്നു. ചെറുപ്പക്കാർ രാത്രിയും പകലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഓടി നടന്നു, വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. ലോകം അത്ഭുതത്തോടെ തന്നെ നോക്കി നിന്നു മലയാളികളുടെ ഈ ഐക്യം കണ്ട്. അതാണ് നമ്മളുടെ അനശ്വരമായ കരുത്ത്. പിന്നീട് മഹാമാരി വന്നപ്പോൾ, ലോകം മുഴുവൻ പകച്ചു നിന്നപ്പോൾ നമ്മൾ അതിനെ ശാസ്ത്രീയമായി നേരിട്ടു. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, പോലീസ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടി. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറായി. ഒരു വൈറസിനെ നമ്മൾ ഒന്നിച്ച് നേരിട്ടു. ലോകാരോഗ്യ സംഘടന പോലും നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. അതാണ് നമ്മളുടെ അടിയുറച്ച ഇച്ഛാശക്തി. നമ്മുടെ വിദ്യാഭ്യാസം, സാക്ഷരത, ലോകത്ത് എവിടെ പോയാലും മലയാളികളെ തിരിച്ചറിയാൻ ഒരു കാരണമുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഉയരങ്ങൾ കീഴടക്കിയ എത്രയോ മലയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നടന്നവരാണ് നമ്മൾ. അതാണ് നമ്മളുടെ ദൂരക്കാഴ്ചയുള്ള കാഴ്ചപ്പാട്. നമ്മളുടെ പ്രവാസികൾ നമ്മുടെ നാടിൻ്റെ ജീവനാഡിയാണ്. മണലാരണ്യത്തിലെ കഠിനാധ്വാനവും യൂറോപ്പിലെ തണുപ്പും സഹിച്ച് അവർ അയക്കുന്ന പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ നിലനിർത്തുകയാണ്. പ്രയാസകാലത്ത് അവർ എന്നും നമ്മളുടെ കൂടെ നിന്നു. അവർക്ക് നമ്മുടെ നാടിനോടുള്ള സ്നേഹം അളവറ്റതാണ്. അതാണ് നമ്മുടെ അറുതിയില്ലാത്ത പരസ്പര ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരം, കലയും സാഹിത്യവും ഉത്സവങ്ങളും, നമ്മുടെ ആചാരങ്ങളും, ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ലോകം മുഴുവൻ നമ്മളുടെ ഈ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു. അതാണ് നമ്മളുടെ അഭേദ്യമായ വേരുകൾ. ഈ ഓർമ്മകൾ വെറും പഴങ്കഥകളല്ല, ഇവ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുന്ന ദീപങ്ങളാണ്.
നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന മന്ത്രങ്ങളാണ് അവയൊക്കെ. ഇവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ തോൽക്കാൻ ജനിച്ചവരല്ല, മുന്നോട്ട് പോകാൻ ജനിച്ചവരാണ്, മുന്നോട്ട് കുതിക്കാൻ ജനിച്ചവരാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വെറും പഴയ കഥകൾ മാത്രം പറഞ്ഞിരുന്നാൽ പോരാ. നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് സമ്മതിക്കണം. എന്നിട്ട് അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം. നിഷേധിക്കുന്നത് ഒരു പരിഹാരമല്ല. പുതിയ ചിന്തകൾക്ക് നമ്മൾ വാതിൽ തുറക്കേണ്ടിയിരിക്കുന്നു. പഴയ ചിന്താഗതികളിൽ നിന്നും നമ്മൾ പുറത്തു വരണം. പഴഞ്ചൻ ശീലങ്ങളെ ഉപേക്ഷിക്കണം. മാറുന്ന ലോകത്തിനൊപ്പം നമ്മളും മാറണം. പുതിയ ആശയങ്ങളെയും സാങ്കേതിക വിദ്യകളെയും നമ്മൾ സ്വീകരിക്കണം. ഡിജിറ്റൽ ലോകത്തിൻ്റെ സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ നല്ല തൊഴിൽ കണ്ടെത്താൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം. പുതിയ സംരംഭങ്ങളെ പിന്തുണയ്ക്കണം. വ്യവസായ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നമ്മളിവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. സർക്കാർ മാത്രമല്ല, ഓരോ വ്യവസായിയും, ഓരോ സംരംഭകനും, ഓരോ വ്യക്തിയും ഇതിൽ പങ്കാളികളാകണം. കൃഷിയെ പുനരുജ്ജീവിപ്പിക്കണം. നമ്മുടെ മണ്ണിനെ നമ്മൾ മറക്കരുത്. വയലുകൾ നികത്തുന്നതിന് പകരം കൃഷിയെ നമ്മൾ ആധുനികവൽക്കരിക്കണം. വിഷമില്ലാത്ത ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് നമ്മൾ സ്വയം പര്യാപ്തരാകണം. മട്ടുപ്പാവ് കൃഷിയും ഹൈഡ്രോപോണിക്സും പോലുള്ള നൂതന ആശയങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പ്രളയവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മളെ പഠിപ്പിച്ചത് പ്രകൃതിയെ ബഹുമാനിക്കാനാണ്. പശ്ചിമഘട്ടവും കായലുകളും പുഴകളും നമ്മുടെ ജീവനാണ്, നമ്മുടെ സ്വത്താണ്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ശീലം നമ്മൾ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം. അനാവശ്യമായ തർക്കങ്ങളും തമ്മിലടികളും അവസാനിപ്പിക്കണം. രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം നമ്മൾ മലയാളികളാണെന്ന ചിന്ത വളർത്തണം. ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. തമ്മിൽ തല്ലി തോൽക്കുന്ന ഒരു ശീലം നമ്മൾ അവസാനിപ്പിക്കണം. അഴിമതിയെ ഇല്ലാതാക്കണം. നമ്മളെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു പുഴുവാണ് അഴിമതി. ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തേണ്ടതുണ്ട്. എവിടെ കണ്ടാലും ചൂണ്ടിക്കാണിക്കണം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും ഇത് ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. ലഹരിയെ തുടച്ചു നീക്കണം എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന മഹാമാരിയാണ് ലഹരി. ഇതിനെതിരെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ബോധവൽക്കരണം തുടങ്ങണം. കൂട്ടായി പ്രവർത്തിക്കണം. ഓരോ കുട്ടിയെയും ഇതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. നമ്മളുടെ യുവതലമുറ, അവർക്ക് പുതിയ സ്വപ്നങ്ങളുണ്ട്, പുതിയ കാഴ്ചപ്പാടുണ്ട്. അവരെ നമ്മൾ കേൾക്കണം. അവരെ നമ്മൾ വഴി നടത്തണം. അവരാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത്. അവർക്ക് ഊർജം പകരാനായിട്ട് നമ്മൾക്ക് കഴിയണം. അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് കഴിയണം. കേരളം തീർന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം ഒരു ചോദ്യമായിട്ടാണ്. നമ്മൾ ആരാണ്? നമ്മൾ പ്രളയത്തെ നെഞ്ചുറപ്പോടെ അതിജീവിച്ചവരാണ്. മഹാമാരിയെ തോൽപ്പിച്ചവരാണ്. അക്ഷരങ്ങളെയും അറിവിനെയും പ്രാണനെ പോലെ സ്നേഹിച്ചവരാണ്. പ്രവാസത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ നമ്മളുടെ പേര് എഴുതി ചേർത്തവരാണ്. നമ്മുടെ മണ്ണിൽ സ്നേഹം വിതച്ചവരാണ്. സഹാനുഭൂതിയും സഹോദര്യവും ജീവിത വ്രതമാക്കിയവരാണ്. എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് തോൽക്കാൻ പഠിച്ചത്, നിരാശപ്പെടാൻ പഠിച്ചത്, ഭയപ്പെടാൻ പഠിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം മുതൽ നമ്മൾക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതിജ്ഞ. ഞാൻ എൻ്റെ നാടിനെ ജീവന തുല്യം സ്നേഹിക്കുമെന്നും എൻ്റെ നാടിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുമെന്നും എൻ്റെ നാടിനെക്കുറിച്ച് നല്ലത് മാത്രം പറയും, നല്ലത് മാത്രം പ്രവർത്തിക്കുമെന്നും എൻ്റെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സവും സൃഷ്ടിക്കില്ല എന്നും ഞാൻ എൻ്റെ നാടിന് അഭിമാനമാകുമെന്നും നാടിൻ്റെ യശസ് ഉയർത്തുമെന്നും. നമ്മുടെ ഈ ചെറിയ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട്. അത് വെറും ഒരു പേര് മാത്രമല്ല, അത് നമ്മുടെ മനസ്സിൽ എന്നും ഉള്ള ഒരു വിശ്വാസമാണ്, ഒരു ജീവനാണ്, നമ്മുടെ സ്വത്വമാണ്. നളന്തയും തക്ഷശിലയും പോലെ അറിവിൻ്റെ വിളക്കുമാടങ്ങളായിരുന്ന ഈ മണ്ണ്, ലോകത്തിന് തന്നെ വഴികാട്ടിയായിരുന്ന ഈ മണ്ണ്, ഈ മണ്ണിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സുഹൃത്തുക്കളെ. ഈ മണ്ണിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്. ചിലപ്പോൾ നമ്മൾ തളർന്നു പോയെന്ന് വരാം, ചിലപ്പോൾ വഴി തെറ്റിയെന്ന് വരാം. പക്ഷേ വീഴാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ വീണ്ടും എഴുന്നേൽക്കണം. മുമ്പത്തേക്കാൾ ശക്തമായി, മുമ്പത്തേക്കാൾ ഒരുമയോടെ
ഒരു പുതിയ പോരാട്ടത്തിന് തയ്യാറാകണം. ഈ മനോഹരമായ നാടിനെ നമുക്ക് വീണ്ടും കെട്ടിപ്പടുക്കണം. എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ലോകത്തിന് മാതൃകയായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ആ വിശ്വാസം നമ്മളുടെ ഉള്ളിൽ നിറയണം. ആ തീവ്രമായ ആഗ്രഹം നമ്മളുടെ മനസ്സിൽ ജ്വലിക്കണം. ഓരോ മലയാളിക്കും തലയുയർത്തി നെഞ്ചുവിരിച്ച് അഭിമാനത്തോടെ ഉറക്കെ പറയാൻ കഴിയണം, അതെ, ഞാനൊരു കേരളീയനാണ്, എൻ്റെ നാട് ജീവനുള്ളതാണ്, എൻ്റെ നാട് മുന്നോട്ട് കുതിക്കുകയാണ്, എൻ്റെ നാടിന് ഒരുപാട് ദൂരം പോകാനുണ്ട്, ഈ നാട് ഞങ്ങളുടെ ചോരയാണ്, ഞങ്ങളുടെ ജീവനാണ്. ഈ പ്രതിജ്ഞയോടെ, ഈ ലക്ഷ്യബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊരുമിച്ച് ഈ നാടിനെ വീണ്ടും സ്വർഗമാക്കാം. നമുക്കൊരു പുതിയ പ്രഭാതം സൃഷ്ടിക്കാം. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.